മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് അമൃത സുരേഷ്. തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട്. അമൃതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായി മാറാറുമുണ്ട്. അടുത്തിടെ ഒരു ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കാൻ അമൃത സുരേഷ് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ലൈവ് എന്ന ബാൻഡുമായി സംഗീത ലോകത്ത് സജീവമാണ് അമൃത. ഇപ്പോൾ താരം ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കുവച്ച ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുന്നത്. താരം ഇൻസ്റ്റയിൽ പങ്കുവച്ച ആൾ താരത്തിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള ആളല്ലെന്നും ChatGPT സാങ്കേതികവിദ്യയോട് താരം ചോദിച്ച ചോദ്യത്തിനുള്ളൊരു മറുപടിയാണെന്നും പിന്നീടാണ് ആരാധകർക്ക് മനസ്സിലാകുന്നത്. AI സാങ്കേതികവിദ്യ പ്ലാറ്റ്ഫോമായ ChatGPTയോട് ചോദിച്ച ഒരു ചോദ്യവും താരം പങ്കുവച്ചു. നിങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്ത് നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ടാകും എന്നാണ് അമൃത സുരേഷ് ChatGPTയോട് ചോദിച്ചത്. അമൃതയുടെ ചോദ്യത്തിന് ChatGPT പങ്കുവച്ച ചിത്രമാണ് അമൃത സുരേഷ് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത്. ഒരു വിദേശിയായി തോന്നുന്ന ചിത്രമാണ് ChatGPT നൽകിയത്. അമൃത ഈ കൗതുകം തൻ്റെ ആരാധകരെ കാണിക്കാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതോടെ അമൃതയുടെ പുതിയ ChatGPT ബോയ് ഫ്രണ്ട് അടിപൊളിയായല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചർച്ച. അമൃത ഈ കൗതുകം തൻ്റെ ആരാധകരെ കാണിക്കാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതോടെ അമൃതയുടെ പുതിയ ChatGPT ബോയ് ഫ്രണ്ട് അടിപൊളിയായല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചർച്ച. ആദ്യ ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിയെങ്കിലും ഫോട്ടോയുടെ താഴെ കണ്ട കുറിപ്പ് കൂടി വായിച്ചപ്പോൾ എല്ലാവർക്കും കാര്യം ബോധ്യമായി. അമൃതയ്ക്ക് ChatGPT നിർമ്മിച്ച് നൽകിയ കൂട്ടുകാരന് മലയാളി ഛായയില്ല, ആൾ വിദേശിയാണ് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇത്രയും ചുള്ളനായ ChatGPT കാമുകനെ കണ്ട നേട്ടൽ അമൃതയ്ക്കുമുണ്ട്. സോഷ്യൽ മീഡിയ യുഗം എന്ന പേര് പോലും AI യുഗം എന്ന് മാറ്റി വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയെ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന നിരവധി പേരുണ്ട്. അതിലൊരാളാണ് ഗായിക അമൃത സുരേഷ്. എല്ലാവർക്കും AI അഥവാ ChatGPT അടുത്ത സുഹൃത്തായി മാറിക്കഴിഞ്ഞു. അതാണ് അമൃത സുരേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. 2007 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ സിംഗർ എന്ന സംഗീത പരിപാടിയിലൂടെയാണ് അമൃത സുരേഷ് സംഗീത ലോകത്തേക്ക് എത്തുന്നത്. തുടർന്ന് നിരവധി സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പാടുകയും സംഗീതം നൽകുകയും ചെയ്തു. 2014 അമൃതംഗമയ എന്ന ബാൻഡ് സ്ഥാപിച്ചു. അതിൽ താരത്തിൻ്റെ സഹോദരി അഭിരാമി സുരേഷും പ്രധാന ഗായികയാണ്. അടുത്തിടെ വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്ത കങ്കണ എന്ന സംഗീത ആൽബം അമൃത സുരേഷ് അവതരിപ്പിച്ചിരുന്നു. ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല. അമൃത ഉൾപ്പെട്ട ഒരു പറ്റം വനിതാ ഗായകർ ഉൾപ്പെട്ട വീഡിയോയാണിത്. 1 മില്യൺ ഫോളോവേഴ്സാണ് അമൃതയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്.